ബ്ലഡി റോമിയോ. നാനിയുടെ ലീഡിൽ ഓജിക്ക് ശേഷം സുജീത് ഡയറക്ട് എന്ന പടത്തിന്റെ ടൈറ്റിൽ ഗ്ലിംസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. പടത്തിന്റെ പേര് ബ്ലഡി റോമിയോ. ഈ ടൈറ്റിൽ ഒരുപാട് മുമ്പേ തന്നെ പുറത്ത് വന്നിരുന്നതാണ്. പടം ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലറാണ്. നാനിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് ബ്ലഡി റോമിയോ. ഈ പടത്തെപ്പറ്റി വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് നമ്മുടെ പൃഥ്വിരാജും ഈ പടത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. പാരഡൈസ് നാനിയുടേതായി അടുത്തതായി റിലീസിനെത്താൻ പോകുന്ന പടമാണ് ദ പാരഡൈസ്. ദസറ സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത ശ്രീകാന്ത് ഒഡേലയാണ് ഈ പടം ഡയറക്ട് ചെയ്യുന്നത്. അനിരുദ്ധാണ് പടത്തിന്റെ മ്യൂസിക്. ഇപ്പോ പാരഡൈസ് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ നാനിയുടെ ബർത്ത്ഡേ സ്പെഷ്യലായി പുറത്തുവിട്ടിട്ടുണ്ട്. ആയാ ഷേർ. കൽക്കി. നാഗശ്വിൻ ഡയറക്ട് ചെയ്ത് 2024 റിലീസ് എത്തിയ പ്രഭാസിന്റെ കംബാക്ക് പടമായിരുന്നു കൽക്കി. കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിന് ലീഡ് കൊടുത്തുകൊണ്ടാണ് പാർട്ട് 1 അവസാനിച്ചത്. ആദ്യ ഭാഗം തന്നെ ഒരു വലിയ സിനിമയായിരുന്നു. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, വിജയ് ദേവരക്കൊണ്ട, ദുൽഖർ, അങ്ങനെ. ഇപ്പോ സെക്കൻഡ് പാർട്ട് വരുമ്പോ അത് അതിലും വലിയ സിനിമയാണ്. തെലുങ്കിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വലിയ വലിയ സ്റ്റാർസ് കൽക്കി 2-ൽ എത്തുന്നുണ്ട്. ഈ ലിസ്റ്റിൽ കൺഫേം ആയിട്ടുള്ളത് നാനിയാണ്. നാനി കൽക്കി 2-ൽ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ മലയാളം, തമിഴ്, ബോളിവുഡ്, അങ്ങ് ഹോളിവുഡിൽ നിന്ന് വരെ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. റൂമറിന്റെ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ ലാലേട്ടനും ആമിർ ഖാനും വരെ ലിസ്റ്റിലുണ്ട്. ക്യാൻവാസിനപ്പുറം കാസ്റ്റ് വൈസ് ഇതൊരു ഭീകര ബ്രഹ്മാണ്ഡ സിനിമയാണ്. ഇപ്പോ കൽക്കി 2 സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിരുന്നു. അമിതാഭ് ബച്ചനും കമൽഹാസനും കൽക്കി 2-ന്റെ സെറ്റിൽ ജോയിൻ ചെയ്തെന്ന് ഇപ്പോ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. കൽക്കി 2-ലെ പ്രഭാസ് ഒഴികെയുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. സ്പിരിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രഭാസ് കൽക്കി 2-ലേക്ക് വരൂ. ജയിലർ 2. നെൽസൺ ദിലീപ് കുമാർ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് തലൈവരുടെ ജയിലർ 2. മൾട്ടി സ്റ്റാർ സിനിമയാണ്. രജനീകാന്ത്, ലാലേട്ടൻ, ശിവരാജ് കുമാർ, പിന്നെ SRK ജയിലർ 2 സിനിമയിൽ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോയിൽ വരുന്നുണ്ടെന്ന് ഇപ്പോ കൺഫേംഡ് ആണ്. പക്ഷെ ഇതുവരെ പുള്ളിയുടെ പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോ ജയിലർ 2 സിനിമയുടെ 90% ഷൂട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ മാസം എൻഡോട് കൂടി പാക്കപ്പ് അടിക്കും. അതിനുശേഷം മാർച്ചിൽ ഒരു അഡീഷണൽ ഷെഡ്യൂളിലാണ് SRK ജയിലർ 2-ൽ ജോയിൻ ചെയ്യുന്നത്. SRK ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കിങ് സിനിമയുടെ ഗ്യാപ്പിൽ ഗോവയിൽ വെച്ചാണ് SRKയുടെ ജയിലർ 2-ലെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പടം നല്ല രീതിയിൽ എടുത്താൽ സൗത്ത് മാത്രമല്ല നോർത്തും കത്തും. പോസിറ്റീവ് ആണെങ്കിൽ 1000 കോടി പോസിബിളാ. ലോക ചാപ്റ്റർ 2. മലയാളത്തിൽ നിന്ന് അടുത്ത വർഷം വരാൻ പോകുന്നതിൽ ഏറ്റവും വലിയ സിനിമയാണ് ലോക ചാപ്റ്റർ 2 ചാത്തൻ. നിലവിൽ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് ലോകയാണ്. അതുമാത്രം മതി പാർട്ട് 2-ന്റെ റേഞ്ച് മനസ്സിലാക്കാൻ. ചാപ്റ്റർ 2 ടൊവിനോ തോമസിന്റെ പടമാണ്. ടൊവിനോയുടെ ടൈറ്റിൽ ലീഡിലാണ് പടം വരുന്നതെങ്കിലും ഇതൊരു മൾട്ടി സ്റ്റാർ പടം കൂടിയാണ്. പടത്തിൽ ടൊവിനോയുടെ മൾട്ടി സ്റ്റാറിംഗ് കൂടാതെ ദുൽഖർ സൽമാനും ഒഡീനായ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. പിന്നെ മൂത്തോനെയും മമ്മൂക്കി റിവീൽ ചെയ്യുന്നതും ചാപ്റ്റർ 2-ലൂടെ ആയിരിക്കും. ഇപ്പോ ചാപ്റ്റർ 2-ന്റെ പരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷം സെപ്റ്റംബറിൽ ചിലപ്പോൾ ലോക 2-ന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടോക്സിക്. KGF 2-ന് ശേഷം വരുന്ന യാഷ് പടമാണ് ടോക്സിക്. ഇതൊരു പീരിയോഡിക് വിന്റേജ് ഹോളിവുഡ് സ്റ്റൈൽ പടമാണ്. യാഷ് ഡുവൽ റോൾ ആണ് ഈ പടത്തിൽ വരുന്നത്. ഇപ്പോ ടോക്സിക്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ടെന്നല്ല, ഓൾറെഡി എത്തിയതായിരുന്നു. ഇപ്പോ അപ്ഡേറ്റ് ഒന്നുകൂടെ സ്ട്രോങ് ആയി. ടോക്സിക്കിൽ ഒരു നെഗറ്റീവ് റോളിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു യൂത്ത് സ്റ്റാർ അഭിനയിച്ചിട്ടുണ്ട്. അത് ടൊവിനോ തോമസ് ആണെന്ന് അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ കമന്റിൽ ചോദിച്ചിരുന്നു ടോക്സിക്കില് ടൊവിനോ വില്ലൻ ആണോ എന്നൊക്കെ. ശരിക്കും ഇത് ഇപ്പോ വന്ന അപ്ഡേറ്റ് അല്ല. 2 വർഷം മുമ്പേ ടോക്സിക്കിൽ ടൊവിനോ ഉണ്ടെന്ന തരത്തിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിരുന്നു. പിന്നെ ഇപ്പൊ റിലീസൊക്കെ അടുത്തപ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റ് വീണ്ടും ചെറുതായിട്ട് വൈറലായത്. അപ്പോ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ടോക്സിക്കിൽ ടൊവിനോ ഉണ്ട്. ജനനായകൻ. ദളപതി വിജയ് നായകനെ KH വിനോദ് സംവിധാനം ചെയ്ത സിനിമയാണ് ജനനായകൻ. ദളപതിയുടെ അവസാനത്തെ സിനിമ എന്ന ടാഗിലാണ് ഈ പടം പ്രൊമോട്ട് ചെയ്തത് പോലും. ജനുവരി 9-ന് പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തേണ്ട പടം സെൻസർ അനുമതി കിട്ടാത്തതിനെ തുടർന്ന് റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. പടം ആദ്യം പറഞ്ഞ ഡേറ്റിൽ റിലീസിന് വേണ്ടി മാക്സിമം നോക്കിയെങ്കിലും നടന്നില്ല. പിന്നീട് ജനുവരിയിൽ എപ്പോഴെങ്കിലും റിലീസ് കിട്ടുമോ നോക്കി, എവിടുന്ന് അതും നടന്നില്ല. പിന്നെ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഫെബ്രുവരിയിൽ നോക്കി, അതും നടന്നില്ല. അങ്ങനെ ഒരു പടം റിലീസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ പ്രൊഡ്യൂസർ സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് റിലീസ് അനുമതി നൽകിയില്ല. അങ്ങനെ ഒന്നും നടക്കാഞ്ഞിട്ട് അവസാനം പടം മുഴുവൻ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അരമണിക്കൂറോളം ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടായി. അപ്പോഴേക്കും എലക്ഷൻ പ്രഖ്യാപനം വന്നു. എലക്ഷൻ ടൈമിൽ ഇതുപോലൊരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യങ്ങൾ ഒരുപാടുള്ള ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. വിജയ് ഇപ്പോ ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് കൂടി ഉറപ്പായി ഇലക്ഷൻ കമ്മീഷൻ ഈ പടം തടയും. അതുകൊണ്ട് ജനനായകൻ സിനിമയ്ക്ക് ഉടനെ റിലീസ് പോസിബിൾ അല്ല. ഇനി ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിലായിരിക്കും ഈ പടം റിലീസ് ആവാൻ സാധ്യത. ഇതിലിപ്പോ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് പ്രൊഡ്യൂസറിനാണ്. കാര്യം പുള്ളി ഒറ്റയ്ക്കായി പോയി. ഈ ഒരു പ്രശ്നത്തിൽ വിജയ് ഇതുവരെ ആക്റ്റീവായിട്ട് ഇടപെട്ടിട്ടില്ല. വിജയുടെ മുമ്പത്തെ പടങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളി ഇറങ്ങിയതുപോലെ ജനനായകന് വേണ്ടി ഇറങ്ങിയിട്ടില്ല. മെയിൻ ആയിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇലക്ഷനൊക്കെ ഒരുപാട് ഇങ്ങ് അടുത്തുപോയി.
അങ്ങനെ ജനനായകൻ പറഞ്ഞ സമയത്ത് റിലീസ് നടക്കാത്തത് കൊണ്ട് മെയിൻ ആയിട്ടും രണ്ടുപേർക്ക് നഷ്ടമുണ്ട്. അതിലൊന്ന് ദളപതിക്കാണ്. കാരണം പുള്ളിയുടെ അവസാന പടമായിട്ട് ഈ സിനിമയെ പ്രഖ്യാപിച്ചതും ഈ സിനിമയ്ക്ക് ജനനായകൻ എന്ന് തന്നെ പേരിട്ടതും ഈ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നു. കാരണം ദളപതി വിജയുടെ അവസാന പടം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഭൂരിഭാഗം ആൾക്കാർ ഈ പടം കയറി കാണും. എല്ലാവരും കയറി കാണാനും മാത്രം ഈ പടത്തിൽ അതിനു വേണ്ടി എന്താണ് ഇത്ര ഉള്ളതെന്ന് ചോദിച്ചാ കേസരി മാത്രമല്ല. ഈ പടം കൊണ്ടൊരു ഉദ്ദേശമേ അതല്ല. ഇപ്പോഴത്തെ ഭരണത്തിന്റെ മറുവശം കാണിക്കുക. രാഷ്ട്രീയം, പണം, സ്വാധീനം, ജാതി, മതം അങ്ങനെ എല്ലാത്തിനും ഈ പടത്തിൽ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. അത് ഈ ട്രെയിലറിലും കാണാം. ഈ ജനനായകൻ സിനിമയുടെ ട്രെയിലറിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇവനെ ഇപ്പൊ കൊന്ന ദൈവമാക്കി കളയും. അതായത് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ജനങ്ങൾ അടങ്ങിയിരിക്കില്ല, വിപ്ലവം ഉണ്ടാവും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അയാൾ ദൈവമാവും, അല്ലെങ്കിൽ ജനങ്ങളാക്കും. അതാണ് ചരിത്രം, അതാണ് രാഷ്ട്രീയം. പുള്ളി റീലിലൂടെ റിയാലിറ്റി ലോക്ക് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. പടം റിലീസായില്ല. ഇലക്ഷന് മുമ്പ് ഈ പടം ഇറങ്ങിയാലേ ഈ പടം കൊണ്ട് വിജയ് ഉദ്ദേശിച്ചത് നടക്കത്തുള്ളായിരുന്നു. ഇലക്ഷന് മുമ്പ് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം. എന്തായാലും അതൊന്നും നടന്നില്ല. എല്ലാം വെറുതെ ആയിപ്പോയി. ഇനി പടം എങ്ങനെയെങ്കിലും റിലീസാക്കി വിടുക എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. ഇനി പ്രൊഡ്യൂസറിന്റെ കാര്യം എടുത്താൽ 400 കോടിയാണ് ഈ പടത്തിന്റെ ബജറ്റ്. ഈ പടത്തിന്റെ റിലീസ് വൈകിയത് കാരണം ഏതാണ്ട് 200 കോടിയോളമാണ് നഷ്ടം സംഭവിച്ചത്. പടം പറഞ്ഞ ഡേറ്റിൽ ഇറങ്ങിയായിരുന്നെങ്കിൽ കളക്ഷൻ പൈസ പ്രൊഡ്യൂസറിന് ലാഭമായനെ. ഇനി ഈ പടം ഇറങ്ങിയാലും കളക്ഷൻ കയറിയാലും പുള്ളിക്ക് വന്ന നഷ്ടം മാറാൻ പോകുന്നില്ല. ഇനി ജനനായകനിലൂടെ നഷ്ടമൊക്കെ നെഗറ്റീവ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 700 കോടിക്ക് മുകളിലെങ്കിലും കളക്ഷൻ കയറണം. അതിന് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജനനായകൻ സിനിമ 70% കേസരി റീമേക്ക് ആണെന്ന് ഇപ്പോഴേ കൺഫേം ആയി. അന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കയറിപ്പോയനെ. കാര്യം റിലീസിന് ഒരാഴ്ച ഉള്ളപ്പോഴാണ് കണ്ട ട്രെയിലർ വന്നത്. തമിഴ്നാട് ഒഴികെ എല്ലായിടത്തും അതിന് മുമ്പേ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ അതങ്ങ് കയറിപ്പോയനെ. ഇപ്പൊ ഈ സെൻസർ ഇഷ്യൂ ഒക്കെ വന്ന് ജനനായകൻ ന്യൂസിൽ കത്ത് നിന്ന ടൈമിൽ ഇതിനും മാത്രം എന്താണ് ഈ പടത്തിലുള്ളതെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേര് ഈ ഭഗവത് കേസരി ഉണ്ട്. ഈ സംഭവം കത്ത് നിന്നപ്പോ കേസരിയുടെ ആഡ് പേരുണ്ടായിരുന്നു. അപ്പോ എന്തായാലും ജനനായകൻ ഇനി ഇറങ്ങുമ്പോ ആദ്യം ഇറങ്ങിയാൽ ഉണ്ടാകേണ്ടിയിരുന്ന ആ ഒരു ഇമ്പാക്ട് ഒരിക്കലും ഉണ്ടാവില്ല. അപ്രതീക്ഷിതമായി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു നല്ല വാർത്തയുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്ന് മാത്രം അറിയത്തില്ല. ജനനായകൻ കാരണം കെവിനുണ്ടായ നഷ്ടം ദളപതി തന്നെ നികത്തും. അതും ഒരു പടം കൂടി ചെയ്ത്. കെവിൻ പ്രൊഡക്ഷന് വേണ്ടി ദളപതി വിജയ് അവസാനമായിട്ട് ഒരു പടം കൂടി ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെവിനിലൂടെ ദളപതി 70 സംഭവിക്കും. ഇത് നടക്കുമെന്നൊന്നും അറിയത്തില്ലെങ്കിലും നടക്കുവാണെങ്കിൽ ഇതുപോലെ തട്ടിക്കൂട്ട് റീമേക്ക് പടമൊന്നും പിടിക്കാതെ നല്ല കഴിവുള്ള ഡയറക്ടേഴ്സിനെ കൊണ്ട് അഡ്ലിയോ, ലോകേഷോ, നെൽസണോ ഇവരെ ആരെങ്കിലും കൊണ്ടൊരു കിടിലം ഫെയർവെൽ പടം ചെയ്തിട്ട് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. അവർക്കറിയാം വിജയ്ക്ക് എങ്ങനെ പടം പിടിക്കണമെന്ന്. അതാവുമ്പോ ഫാൻസ് ഹാപ്പിയാവും. അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വല്ലതും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.